ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് +2 മോഡൽ എക്സാമിനേഷൻ 2020 സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് വീഡിയോ കാണാത്തവർ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, തീർച്ചയായും കാണുക. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് 4 ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്യുന്നത്. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇൻ്റഗ്രൽസ് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് 4 മാർക്ക്. അപ്പോൾ മൊത്തം 33 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് അപ്പോൾ നമ്മളിന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. 7ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് നോക്കാം. ഇഫ് y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ഫൈൻഡ് dy/dx. നമ്മൾ പഠിച്ചിട്ടുള്ള തന്നെയാണ്, ഐഡൻറ്റിറ്റി ആയിട്ട് തന്നെ പഠിച്ചിട്ടുള്ളതാണ്. y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് dy/dx ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√(1 - x²). ഇനി സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ, ഹെൻസ് ഷോ ദാറ്റ് 1 - x² ഇൻറ്റു d²y/dx² മൈനസ് എക്സ് ഇൻറ്റു dy/dx ഈസ് ഈക്വൽ ടു 0. ഇത് നമ്മൾ ഡയറക്റ്റ് d²y/dx² dy/dxും കൂടെ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഈക്വൽ ടു 0 എന്ന് ആൻസർ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പകരം ഫസ്റ്റിൻ്റെ അകത്ത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയാൽ മാത്രമേ കിട്ടത്തുള്ളൂ. അതിനുവേണ്ടി നമ്മളിവിടെ ചെയ്യുന്നത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന √(1 - x² ഇൻറ്റു dy/dx ഈസ് ഈക്വൽ ടു 1. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതിൽ d²y/dx² എന്ന് പറഞ്ഞൊരു സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ ടേം ഉള്ളത് കൊണ്ട് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ ഇത് 2 ഫംഗ്ഷൻസ് ആണ്, പ്രോഡക്റ്റ് ആണ്. അപ്പോൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. 2 ഫംഗ്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഡെറിവേറ്റീവ് എടുക്കേണ്ടതിലാണ് നമ്മൾ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എഫും ജിയും രണ്ട് ഫംഗ്ഷൻസ് ആണ്, അത് പ്രോഡക്റ്റ് ചെയ്തിരിക്കുക. അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. നമുക്കത് ഇവിടെ അപ്ലൈ. ഇവിടുത്തെ ഫസ്റ്റ് ഫംഗ്ഷൻ √(1 - x²ഉം സെക്കൻഡ് ഫംഗ്ഷൻ dy/dx². ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ dy/dxൻ്റെ ഡെറിവേറ്റീവ് d²y/dx² പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് √(1 - x². നമുക്ക് d/dx ഓഫ് √x എന്ന് പറയുന്നത് 1/2√x ആണെന്നറിയാം. അപ്പോൾ ഇവിടെ നമുക്ക് ചെയിൻ റൂളും കൂടെ അപ്ലൈ ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി ആദ്യം ഇത് ഫുള്ളിൻ്റെ ഡെറിവേറ്റീവ്, അപ്പോൾ റൂട്ട് ഉണ്ടെങ്കിൽ 1/2√x, പിന്നെ ഡെറിവേറ്റീവ് 1/2√(1 - x². ഈ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തേൻ്റെ ഡെറിവേറ്റീവ് 1ൻ്റെ ഡെറിവേറ്റീവ് 0, -x²ൻ്റെ ഡെറിവേറ്റീവ് -2x, റൈറ്റ് സൈഡിൻ്റെ ഡെറിവേറ്റീവ് 1ൻ്റെ ഡെറിവേറ്റീവ് 0. ഇനി ഇത് ചെറുതാക്കി എഴുതാം. അപ്പോൾ √(1 - x² ഇൻറ്റു d²y/dx² പ്ലസ് ഈ 2 ക്യാൻസലായി പോയി, മൈനസ് കൊണ്ടുവരണം. dy/dx ഇൻറ്റു -x/√(1 - x² ഈസ് ഈക്വൽ ടു 0. ഇനി മൊത്തം നമുക്ക് √(1 - x² കൊണ്ട് രണ്ടിടത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇവിടുത്തെ ഈ റൂട്ട് ഒഴിവായി കിട്ടും. ദാറ്റ് ഈസ് 1 - x² ഇൻറ്റു d²y/dx² മൈനസ് ഫ്രണ്ടിലോട്ട് എഴുതി dy/dx ഇൻറ്റു √(1 - x² ന്യൂമറേറ്ററിലും താഴത്ത് നേരത്തെ ഉണ്ടായിരുന്ന രണ്ടും കൂടെ കട്ട് ചെയ്ത് പോയി. ബാക്കി വരുന്നത് ഒരു എക്സ് മാത്രം ഈക്വൽ ടു 0. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കിട്ടി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. 8ാമത്തെ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പാർട്ട് നോക്കാം. റൈറ്റ് എ ഫംഗ്ഷൻ വിച്ച് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് x ഈക്വൽ ടു 0 ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ. ടെക്സ്റ്റിൽ തന്നെയുള്ള ഒരു എക്സാമ്പിളാണ്. ഒരു ഫംഗ്ഷൻ എഴുതണം. ഫംഗ്ഷൻ x ഈക്വൽ ടു 0യിൽ കണ്ടിന്യൂസ് ആവാൻ പാടില്ല, അതാവാത്തതിൻ്റെ കാരണം കൂടെ പറയണം. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ഫംഗ്ഷൻ എഴുതാണ്, f(x) ഈക്വൽ ടു മോഡുലസ് ഓഫ് x/x ഇഫ് x നോട്ട് ഈക്വൽ ടു 0 ഇഫ് x ഈക്വൽ ടു 0. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലാന്ന് കാണിക്കാൻ LHL നോട്ട് ഈക്വൽ ടു RHL അല്ലെങ്കിൽ LHL നോട്ട് ഈക്വൽ ടു ഫംഗ്ഷൻ്റെ വില അറ്റ് ദാറ്റ് പോയിൻ്റ് എന്ന് കാണിച്ചാൽ മതി. അതായത് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ LHL ഈക്വൽ ടു RHL ഈക്വൽ ടു ഫംഗ്ഷൻ്റെ വില അറ്റ് ദാറ്റ് ഗിവൺ പോയിൻ്റ് ആയിരിക്കും.
അതിനകത്ത് ഏതെങ്കിലും ഒരു ഇനീക്വാളിറ്റി ഉണ്ടെന്ന് കാണിച്ചാൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. അപ്പോൾ നമുക്കിവിടെ ആദ്യം എൽ എച്ചിൽ കാണാം. ഈ എൽ എച്ചിൽ കാണുമ്പോൾ ഇവിടെ മോഡുലസ് ഫംഗ്ഷനാണ്. മോഡുലസ് ഫംഗ്ഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ എൽ എച്ച് എല്ലിനായിരുന്നു ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ, നമുക്ക് എൽ എച്ച് എല്ലിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് എന്നാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ പുട്ട് എക്സ് ഈക്വൽ ടു എ മൈനസ് എച്ച്. അപ്പോൾ എക്സ് എയിലോട്ട് പോയാൽ ഇവിടെ എ ആയി. അപ്പം എ ഈക്വൽ ടു എ മൈനസ് എച്ച്, എ ഇപ്പുറത്തോട്ട് വന്ന് കുറച്ച് 0, അപ്പോൾ എച്ച് ഈക്വൽ ടു 0. അപ്പോൾ ആസ് എക്സ് ടെൻസ് ടു എ എച്ച് ടെൻസ് ടു 0. അപ്പോൾ നമ്മളിവിടെ ചെയ്തത് ഒരു പോയിന്റിൽ ഡെറിവേറ്റീവ് എടുക്കാൻ വേണ്ടി അതിൻ്റെ എൽ എച്ച് എൽ കാണാൻ ബുദ്ധിമുട്ടുള്ളപ്പം അതിൻ്റെ തൊട്ട് ബാക്കിൽ ഉള്ളൊരു പോയിൻ്റാണ്, അതിൻ്റെ തൊട്ട് ബാക്കിലുള്ള ഒരു പോയിന്റ് എയിലാണ് നമ്മൾ ഡെറിവേറ്റീവ് കാണുന്നത്. അതിൻ്റെ തൊട്ട് ബാക്കിൽ ഒരു പോയിന്റ് എ മൈനസ് എച്ച് എന്ന് കൊടുത്തിട്ട് അവിടുത്തെ ലെഫ്റ്റിൽ നിന്ന് വരുന്ന ഡെറിവേറ്റീവ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊടുക്കാം എൽ എച്ച് എൽ കാണാൻ. അപ്പം നമ്മുടെ എൽ എച്ച് എൽ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ്, ഇവിടെ നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ ഈ ഫംഗ്ഷൻ ഈ വിലയാണ് എടുക്കുന്നത്. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് ഫംഗ്ഷൻ്റെ വില എടുത്താലും റൈറ്റിൽ നിന്ന്, 0ൻ്റെ ലെഫ്റ്റ് സൈഡിലും 0ൻ്റെ റൈറ്റ് സൈഡിലും ഫംഗ്ഷൻ്റെ വില ഇതാണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റിൽ നിന്നുള്ള വില എടുക്കേണ്ട, ലെഫ്റ്റിൽ നിന്ന് ആകുമ്പോൾ മോഡുലസ് ഓഫ് എക്സ് ബൈ എക്സ്. നമുക്ക് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കാം. ഇവിടെ എക്ക് പകരം 0 ആണ്. അപ്പോൾ പുട്ട് എക്സ് ഈക്വൽ ടു 0 മൈനസ് എച്ച്. ദെർഫോർ ആസ് എക്സ് ടെൻസ് ടു 0 എച്ച് ടെൻസ് ടു 0 ആയി. അപ്പോൾ നമ്മുടെ എൽ എച്ച് എൽ മാറുന്നത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0, ഇവിടെ എക്സ് എയിലോട്ട് പോകുമ്പം എച്ച് 0യിലോട്ട് പോയി. ഇനി എഫ് ഓഫ് എക്സിന് പകരം എക്സിന് നമ്മൾ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ എ മൈനസ് എച്ച്. അപ്പം നമുക്ക് വരേണ്ടത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ മൈനസ് എച്ച്. ഇവിടുത്തെ ഫംഗ്ഷൻ മോഡുലസ് ഓഫ് എക്സ് ബൈ എക്സ് ആണ്. മോഡുലസ് ഓഫ് 0 മൈനസ് എച്ച് ബൈ 0 മൈനസ് എച്ച് വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മോഡുലസ് ഓഫ് മൈനസ് എച്ച് എച്ച് ബൈ 0 മൈനസ് എച്ച് മൈനസ് എച്ച് വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മൈനസ് 1, ലിമിറ്റ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ദാറ്റ് ഈസ് -1. ഇനി ആർ എച്ച് എൽ കാണണം. ആർ എച്ച് എൽ നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ആർ എച്ച് എല്ലിന് വേണ്ടി നമ്മൾ ആർ എച്ച് എൽ എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ആണ്. ഇവിടുത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ പുട്ട് എക്സ് ഈക്വൽ ടു എ പ്ലസ് എച്ച് ആണ് ഇവിടുത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പം എക്സ് എയിലോട്ട് പോകുമ്പോൾ എക്സ് എ ആകുമ്പോൾ എ ഇപ്പുറത്തോട്ട് ഒന്ന് കുറയ്ക്കുമ്പോഴത്തേക്ക് 0 ആവും. ദാറ്റ് ഈസ് എച്ച് ടെൻസ് ടു 0 ആവും. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് എന്നുള്ളത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് എന്നായി മാറും. അപ്പോൾ നമുക്ക് ആർ എച്ച് എൽ കാണേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ആണ്. റൈറ്റ് സൈഡിൽ 0ൻ്റെ റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ എടുക്കുന്ന വില ഇത് തന്നെയാണ്. ഇറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് മോഡുലസ് ഓഫ് എക്സ് ബൈ എക്സ്. ഇവിടുത്തെ എൻ്റെ സ്ഥാനത്ത് ഇവിടെ 0 ആണ്. അപ്പോൾ പുട്ട് എക്സ് ഈക്വൽ ടു 0 പ്ലസ് എച്ച് ഫോർ ആസ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എച്ച് ടെൻസ് ടു 0. അപ്പോൾ ആർ എച്ച് എൽ മാറുന്നത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എക്സിൻ്റെ സ്ഥാനത്ത് 0 പ്ലസ് എച്ച് ബൈ എച്ച്, അതായത് 0 പ്ലസ് എച്ച്. അപ്പോൾ ഇവിടെ വരുന്നത് ഇത് പോസിറ്റീവ്, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മോഡുലസ് ഓഫ് 0 പ്ലസ് എച്ച് എച്ച് ബൈ എച്ച് 1, ലിമിറ്റ് ഓഫ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഉത്തരം 1. ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം ആർ എച്ച് എൽ 1ഉം എൽ എച്ച് എൽ -1 ആണ്. ദാറ്റ് ഈസ് ആർ എച്ച് എൽ നോട്ട് ഈക്വൽ ടു എൽ എച്ച് എൽ. ദെർഫോർ എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ചെക്ക് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇഫ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ എക്സ് പ്ലസ് 2, എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മൈനസ് എക്സ് പ്ലസ് 2. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എക്സ് ഈക്വൽ ടു 0ക്ക് ഒരു വില തന്നിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും ഈക്വലാന്ന് കാണിച്ചാൽ മതി കണ്ടിന്യൂസ് എന്ന് കാണിക്കാൻ. ഫംഗ്ഷൻ്റെ വില അറ്റ് ദ ഗിവൺ പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല, അതുകൊണ്ട് അത് ചെയ്യണമെന്നില്ല. നമുക്ക് എൽ എച്ച് എൽ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ എക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള വില എടുക്കുമ്പോൾ ഫംഗ്ഷൻ്റെ വില എക്സ് പ്ലസ് 2 ആണ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സിന് പകരം എക്സ് പ്ലസ് 2. എക്സിൻ്റെ വില
0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഉത്തരം കിട്ടുന്നത് 2. ഇനി ആർ എച്ച് എൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. 0ൻ്റെ റൈറ്റ് സൈഡിലുള്ള വില എടുക്കുമ്പം ഫംഗ്ഷൻ്റെ വില -x+2 ആണ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് -x+2 ഈക്വൽ ടു 2. ഇവിടെ എൽ എച്ച് എൽ ഈക്വൽ ടു ആർ എച്ച് എൽ ആണ്. therefore f is continuous. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് dy by dx of the following. അത് ഫസ്റ്റ് പാർട്ട് y ഈക്വൽ ടു sec of tan x. y ഈക്വൽ ടു sec of tan x. നമുക്ക് d by dx ഓഫ് sec x എന്ന് പറയുന്നത് sec x tan x ആണ്. ഇവിടെ എക്സിന് പകരം ഇവിടെ വന്നിരിക്കുന്ന tan x ആണ്. അപ്പോൾ സീക്കിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. അതുകൂടാതെ ചെയിൻ റൂൾ വെച്ച് tan of xൻ്റെ ഡെറിവേറ്റീവ് കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ therefore dy by dx ഈക്വൽ ടു sec of tan x tan of tan x. x ഉള്ള സ്ഥലത്ത് tan ചെയ്തു. ഇനി അടുത്ത tan xൻ്റെ ഡെറിവേറ്റീവ് sec square x. അപ്പം ഇൻറ്റു sec square x. ഇനി അതിൽ തന്നെ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ ഫൈൻഡ് dy by dx ഓഫ് എക്സ് റേസ് ടു വൈ ഈക്വൽ ടു വൈ റേസ് ടു എക്സ്. ഇത് പവർ വരുന്ന ഫങ്ഷൻസ് ആണ്. അങ്ങനെയുള്ള ഫങ്ഷൻസ് ഡെറിവേറ്റ് ചെയ്യാൻ നമ്മൾ ലോഗ് ആണ് ഉപയോഗിക്കുന്നത്. എക്സ് റേസ് ടു വൈ ഈക്വൽ ടു വൈ റേസ് ടു എക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോഗ് എ റേസ് ടു ബി ഈക്വൽ ടു ബി ഇൻറ്റു ലോഗ് എ ആണ്. അതായത് പവർ വരുന്നത് നമുക്ക് ഫ്രണ്ടിൽ പെട്ട് എഴുതാം. ഇവിടെ രണ്ട് സൈഡിലും ലോഗ് എടുക്കാം. അപ്പോൾ ടേക്കിംഗ് log on both the sides, log x raised to y equal to log y raised to x. ഇവിടെ പവർ ഓഫ് y അത് ഫ്രണ്ടിലോട്ട് എഴുതാം. അപ്പം y log x ഈക്വൽ ടു ഇവിടെ x പവറാണ്. അപ്പോൾ x log y. ഇനി നമുക്ക് നേരത്തെ ഉപയോഗിച്ച പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കാം. ഇവിടെ രണ്ട് ഫങ്ഷൻസ് ആണ്, ഇവിടെയും രണ്ട് ഫങ്ഷൻസ്. അപ്പോൾ ടേക്കിംഗ് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്സ്. ലെഫ്റ്റ് സൈഡിലെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എടുക്കാം നമുക്ക്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇവിടുത്തെ ഫസ്റ്റ് ഫംഗ്ഷൻ y ആണ്, സെക്കൻഡ് ഫംഗ്ഷൻ log x. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ log xൻ്റെ ഡെറിവേറ്റീവ് 1/x പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ yൻ്റെ ഡെറിവേറ്റീവ് dy by dx ഈക്വൽ ടു റൈറ്റ് സൈഡിലും ഡെറിവേറ്റീവ് എടുക്കുക. അതുപോലെ ഫസ്റ്റ് ഫംഗ്ഷൻ x ആണ്. അപ്പോൾ x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് log y. അപ്പോൾ log yൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അത് അപ്പം വൈനെ വിത്ത് റെസ്പെക്ട് ടു വൈ ലോഗ് വൈനെ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പം 1/y ഇൻറ്റു അകത്ത് ചെയ്യുമ്പോൾ വൈൻ്റെ ഡെറിവേറ്റീവ് dy by dx. എക്സ് ഇൻറ്റു 1/y ഇൻറ്റു dy by dx പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ലോഗ് വൈ സെക്കൻഡ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. That is y by x plus log x into dy by dx is equal to x by y into dy by dx plus log y. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട dy by dx. അപ്പോൾ ഇവിടെ ഒരു dy by dx ഉണ്ട്, ഇവിടെയുണ്ട് ഒരു dy by dx. നമുക്ക് രണ്ടും ഒരു സൈഡിൽ കൊണ്ടുവന്നിട്ട് കോമൺ എടുക്കാം. ദറ്റ് ഈസ് log x into dy by dx മൈനസ് ഇപ്പുറത്ത് പോയപ്പോൾ മൈനസ് ആയി എക്സ് ബൈ വൈ ഇൻറ്റു dy by dx ഈക്വൽ ടു log y. ബാക്കിയുള്ളതിന് ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പോൾ log y മൈനസ് y ബൈ എക്സ് ഇവിടെ കോമൺ എടുക്കുമ്പോൾ dy by dx ഇൻറ്റു log x മൈനസ് എക്സ് ബൈ വൈ ഈക്വൽ ടു log y മൈനസ് y ബൈ എക്സ്. ഇനി dy by dx ഇത് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിരിക്കുക, പുറത്തുകൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്താൽ. അപ്പോൾ dy by dx ഈക്വൽ ടു log y മൈനസ് y ബൈ എക്സ് ബൈ log x മൈനസ് എക്സ് ബൈ വൈ. നമുക്കിതൊന്നുകൂടെ ചെറുതാക്കിയത് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു log y മൈനസ് y ബൈ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ y log x മൈനസ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ വൈ. ഈ എക്സ് ബൈ വൈ നമുക്ക് പുറത്തോട്ട് എടുക്കാം.
ഈ ഡിനോമിനേറ്ററിൽ എക്സും ഈ വൈ നമുക്ക് പുറത്തോട്ട് എടുക്കുമ്പോൾ വരുന്നത് 1/x ഇൻറ്റു എക്സ് ലോഗ് വൈ മൈനസ് വൈ ഹോൾ ഡിവൈഡഡ് ബൈ 1/y ഇൻറ്റു y log x മൈനസ് എക്സ്. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/x താഴ്ത്തോട്ടും ഈ y മുകളിലോട്ടും. അപ്പം y/x ഇൻറ്റു എക്സ് ഇൻറ്റു ലോഗ് വൈ മൈനസ് വൈ ഡിനോമിനേറ്ററിൽ y ഇൻറ്റു ലോഗ് എക്സ് മൈനസ് എക്സ്. അടുത്ത ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ്. അത് 9 ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് എഫ് ഇഫ് എനി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 3 എക്സ് എലമെൻറ്റ് ഓഫ് ആർ. ഈ ഫംഗ്ഷൻ്റെ മാക്സിമവും മിനിമം വാല്യൂവും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മളിവിടെ അതിന് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഒരു ഫംഗ്ഷൻ നമ്മൾ വെറുതെ പ്ലോട്ട് ചെയ്യുക. ഇവിടെ ഒരു ഫംഗ്ഷൻ പറയും. ഈ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ ഒക്കർ ചെയ്യുന്ന പോയിൻറ്റ്സിൻ്റെ പ്രത്യേകതയുണ്ട്. ആ പോയിൻ്റ് നമ്മൾ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് മാക്സിമമാണ്, ഈ ഏരിയയിൽ ഏറ്റവും മാക്സിമം പോയിൻ്റാണ്. അപ്പോൾ ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് പാരലൽ ടു എക്സ് ആക്സിസ് ആയിരിക്കും. സ്ലോപ്പ് അറ്റ് എ ഗിവൺ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ്. അപ്പോൾ ഡെറിവേറ്റീവ് അറ്റ് ദിസ് പോയിൻ്റ് ഈസ് 0. അതായത് ഒരു ക്രിട്ടിക്കൽ പോയിൻ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഡെറിവേറ്റീവ് ആ ക്രിട്ടിക്കൽ പോയിൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ ആ പോയിൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കണം. ഇവിടെ മിനിമം ആണ്. ഇവിടെയും ഈ സ്ലോപ്പ് പാരലൽ ടു എക്സ് ആക്സിസ് ആണ്, അതായത് ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ മാക്സിമം മിനിമം വാല്യൂസ് ഒക്കർ ചെയ്യുന്നത് ഒന്നെങ്കിൽ അത് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഫംഗ്ഷൻ ആ ഗിവൺ പോയിൻറ്റിൽ ഡിഫറൻഷ്യബിൾ ആവത്തില്ല. അതിനൊരു എക്സാമ്പിളാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ്. ഇതാണ് ഗ്രാഫിൻ്റെ. ഇവിടെ നോക്കിയാൽ ഈ ഭാഗത്താണ് അതിൻ്റെ മിനിമം ഒക്കെ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഇവിടുത്തെ അറ്റ് 0യിൽ എഫ് ഓഫ് എക്സ് ഡിഫറൻഷ്യബിൾ അല്ല. കാരണം ഇവിടെ നിന്നൊരു സ്ലോപ്പ് എടുത്താലും ഇവിടെ നിന്നൊരു സ്ലോപ്പ് എടുക്കാം, ഈ രണ്ട് സ്ലോപ്പിൻ്റെയും വില വ്യത്യാസമാണ്. സ്ലോപ്പ് യുണീക്ക് ആയിരിക്കണം, സ്ലോപ്പ് രണ്ടിൻ്റെ വ്യത്യാസമാണ്. അതുകൊണ്ട് ഈ പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല, അതായത് 0യിൽ ഡിഫറൻഷ്യബിൾ അല്ല. അപ്പം ഫംഗ്ഷൻ മാക്സിമവും മിനിമം ആവുന്നത് ഒന്നെങ്കിൽ ക്രിട്ടിക്കൽ പോയിൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിഫറൻഷ്യബിൾ ആവാത്ത പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 3. നമുക്ക് ഇതൊന്ന് വരച്ചു നോക്കാം റഫായിട്ട്, അതിനുശേഷം ക്വസ്റ്റ്യനിലോട്ട്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത ലെഫ്റ്റ് സൈഡിൽ ഫംഗ്ഷൻ നെഗറ്റീവാണ്, റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ പോസിറ്റീവാണ്. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 3 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മൈനസ് എക്സ് പ്ലസ് 3 ഇഫ് എക്സ് ലെസ് ദാൻ 0. ഇവിടെ എക്സിന് 0 വില കൊടുത്താൽ ഇതാണ് എടുക്കേണ്ടത്. അപ്പോൾ വില 3 ആയിരിക്കും. എക്സിന് 1 കൊടുത്താൽ പോസിറ്റീവാണ്, അപ്പോൾ 1 + 3 4. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വില വൈൻ്റെ വില അഥവാ എഫ് ഓഫ് എക്സിൻ്റെ വില 4. ലെഫ്റ്റ് സൈഡിലൊരു വില കൊടുത്താൽ -1 കൊടുത്താൽ ഫംഗ്ഷൻ്റെ വില ലെഫ്റ്റ് സൈഡിലാണ് എടുക്കണം. അപ്പോൾ -1 കൊടുത്താൽ വില വരുന്നത് 4 തന്നെ വരും. അപ്പോൾ ഫംഗ്ഷൻ റഫായിട്ട് വരച്ചാൽ ഏകദേശം ഇങ്ങനെ ആയിരിക്കും. 0, ഈ പോയിൻ്റ് 1 4, ഈ പോയിൻ്റ് -1 4. ഈ ഫംഗ്ഷൻ്റെ മാക്സിമം മിനിമം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാനാണ്. ഗ്രാഫിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്, ഇതിനൊരൊറ്റ മിനിമം ഉള്ളത് ഈ പോയിൻ്റാണ്. എന്ന് വെച്ചാൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല, ഇവിടെ ഈ ഭാഗത്ത് ഡിഫറൻഷ്യബിൾ അല്ല, മോഡുലസ് വരുന്നിടത്ത് ഡിഫറൻഷ്യബിൾ അല്ല. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ സിമ്പിളായിട്ട് പറയുന്നത് ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് 0. ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ ഫംഗ്ഷൻ്റെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ്, ഒരു മാക്സിമം ഉണ്ടാകുന്ന ഒരു മിനിമം ഉണ്ടാകുന്ന ഒരു പോയിന്റ് കിട്ടി, അത് 0. അപ്പോൾ എക്സ് 0 എടുത്താൽ വൈക്ക് കിട്ടാൻ പോകുന്ന വില, അപ്പം മാക്സിമം ഉണ്ടാവാൻ പോകുന്ന പോയിന്റ്
മിനിമം ഉണ്ടാകാൻ പോകുന്ന പോയിന്റ് 0.3 ആയിരിക്കും. ഇനി നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിക്കാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ്റെ മാക്സിമോ മിനിമോ കണ്ടെത്താൻ ഇവിടെ തന്നെ ഉപയോഗിക്കും. ഇവിടെ ഞാൻ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ഡെറിവേറ്റീവ് എടുക്കും. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ഡെറിവേറ്റീവ് എടുത്താൽ അത് ഇൻക്രീസിങ് ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ സ്ലോപ്പ്. ഈ പോയിന്റിലെ ഡെറിവേറ്റീവ് ഒക്കെ ഇൻക്രീസിങ് ആണ്, മുകളിലോട്ട് കൂടി പോകുന്നത്. ഇവിടെ ഡെറിവേറ്റീവ് എടുത്താൽ അത് താഴത്തോട്ടാണ് സ്ലോപ്പ്, ഇങ്ങോട്ട് വരുന്നവരും താഴത്തോട്ടാണ്, അപ്പം ഡിക്രീസിങ് ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കൂടി പോസിറ്റീവ് ആയിരുന്നു, കൂടുവാണ്. ഇവിടെ വന്നിട്ട് കുറഞ്ഞ് നെഗറ്റീവായി. ഇപ്പോൾ ഇവിടെ ഡെറിവേറ്റീവ് 0. അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഒരു പോയിന്റിലെ ലെഫ്റ്റ് സൈഡിലെ ഡെറിവേറ്റീവ് പോസിറ്റീവും റൈറ്റ് സൈഡിലെ നെഗറ്റീവും ആണെങ്കിൽ ആ നടുക്കത്തെ പോയിന്റ്, അതായത് ആ മാക്സിമം ആ പോയിന്റിൽ ഫംഗ്ഷൻ മാക്സിമം ആയിരിക്കും. ഇത് തിരിച്ചും പറയാം. താഴത്തോട്ട് വരുമ്പോൾ ഡെറിവേറ്റീവ് കുറഞ്ഞ് നെഗറ്റീവ് ആയിരിക്കും, ഇവിടെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും, ഇങ്ങോട്ട് പോകുമ്പോൾ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ ഫംഗ്ഷൻ മിനിമം ആയിരിക്കും. അപ്പോൾ നമുക്ക് ടു ദ ലെഫ്റ്റ് ഓഫ് 0 നോക്കാം. ടു ദ ലെഫ്റ്റ് ഓഫ് 0, 0-ലാണല്ലോ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ലാത്ത. അപ്പോൾ ടു ദ ലെഫ്റ്റ് ഓഫ് 0 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ -x+3 ആണ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാം. f'(x) = -1. ഇത് ഓൾവേസ് ലെസ് ദാൻ 0. ഏത് വില എടുത്താലും, ഇവിടെ ഏത് വില എടുത്താലും 0-ൽ ചെറുതാണ്. അപ്പം ഡെറിവേറ്റീവ് 0-ൽ ചെറുതാണെന്ന് വെച്ചാൽ അതിൻ്റെ സ്ലോപ്പ് താഴത്തോട്ടാണ്. ഇനി ടു റൈറ്റ് ഓഫ് 0, ഇപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വില x+3 ആണ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് f'(x) = 1, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് പോസിറ്റീവാണ്. അതായത് സ്ലോപ്പ് താഴത്തോട്ട്, ഇവിടെ താഴത്തോട്ടാണ്, ഈ പോയിന്റിൽ 0 ആയി ഇങ്ങോട്ട് കൂടി. ഈ ഗ്രാഫിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താണ്, ഡിക്രീസ് ചെയ്തിട്ട് കൂടി. അപ്പോൾ ഇവിടെയാണ് ഈ ഫംഗ്ഷൻ്റെ മിനിമം. ദെയർഫോർ മിനിമം വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0-ലാണ് കുറയുന്നത്. ദാറ്റ് ഈസ് എഫ് ഓഫ് 0 ആണ് മിനിമം വാല്യൂ, ഇറ്റ് ഈസ് 3. ഈ ഫംഗ്ഷൻ എന്തില്ല, മാക്സിമം വാല്യൂ ഇല്ല. സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ആബ്സൊല്യൂട്ട് മാക്സിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് = മോഡുലസ് ഓഫ് x+3, x എലമെൻറ്റ് ഓഫ് -3, 2. അപ്പോൾ ഇവിടെ നേരത്തെ ക്വസ്റ്റ്യനുമായിട്ടൊരു വ്യത്യാസമുള്ളത്, ഇവിടെ എക്സ് ഫുൾ റിയൽ നമ്പർ ആവാം, ഏത് വില വേണേലും എടുക്കാം. പക്ഷേ ഇവിടെ ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർവെൽ പറഞ്ഞു, എക്സിൻ്റെ വില -3ക്കും 2നും ഇടക്കാവാനേ പാടുള്ളൂ. അതായത് ഒരു ഫംഗ്ഷൻ നമ്മൾ വരയ്ക്കുമ്പോൾ ഇൻ്റർവെല്ല് റെസ്ട്രിക്റ്റ് ചെയ്താണ് വരയ്ക്കുന്നതെങ്കിൽ, ഇവിടെ രണ്ടിടത്ത് ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്താണ് വരയ്ക്കുന്നതെങ്കിൽ ഫംഗ്ഷൻ്റെ മാക്സിമം വിലയും മിനിമം വിലയും 2 സ്ഥലങ്ങളിൽ വരാം, 3 സ്ഥലങ്ങളിൽ വരാം. ഒന്നെന്ന് പറയുന്നത് എൻ പോയിൻറ്റ്സിൽ വരാം, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിന്റിൽ വരാം, അല്ലെങ്കിൽ ഡിഫറൻഷ്യബിൾ അല്ലാത്ത പോയിന്റിൽ വരാം. അപ്പം നമുക്കിവിടെ മാക്സിമം, ആബ്സൊല്യൂട്ട് മാക്സിമം കാണാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് = മോഡുലസ് ഓഫ് x+3. അപ്പോൾ വരാവുന്ന സാധ്യതകളുള്ള പോയിന്റുകളൊക്കെ നോക്കുക, ആ വില അങ്ങിടുക, അതിനകത്ത് ഏറ്റവും വലിയ വില ഏതാണോ അതായിരിക്കും മാക്സിമം. അപ്പോൾ ഇവിടെ നമുക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എൻ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ -3ഉം 2ഉം ആണ്. പിന്നെ നമുക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ട്, നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് x = 0. അപ്പോൾ ഈ 3 പോയിന്റിലെയും വില നോക്കുക, അതിനകത്ത് മാക്സിമം ഏതാണോ അതാണ് ആബ്സൊല്യൂട്ട് മാക്സിമം. അപ്പോൾ എഫ് ഓഫ് -3 നോക്കാം, ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് -3 + 3 = 6. എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 2 + 3 = 5. എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 3. അപ്പോൾ ഇവിടെയാണ് മാക്സിമം വില. എഫിന് എക്സിന് -3ഉം 2ഉം 0 വന്നപ്പോൾ മാക്സിമം വില 6 ആവണം. ദെയർഫോർ എഫ് ഓഫ് -3 = 6 ഈസ് ദ ആബ്സൊല്യൂട്ട് മാക്സിമം. ഇവിടുത്തെ മാക്സിമം വില എഫ് ഓഫ് -3 എന്ന് പറഞ്ഞ വിലയാണ്. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് = 2x³ - 6x² + 1. അതിലെ പാർട്ട് ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ ടാൻജൻസ് പാരലൽ ടു എക്സ് ആക്സിസ്. ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഇതിൻ്റെ ടാൻജൻറ്റ് കണ്ടുപിടിക്കണം, ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം, അത് പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് അറിയേണ്ട ഒരു കാര്യം,
പാരലൽ ടു എക്സ് ആക്സിസ്, ഒരു ഫങ്ഷൻ പാരലൽ ടു എക്സ് ആക്സിസ് ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ്, അതിൻ്റെ സ്ലോപ്പ് ഈക്വൽ ടു 0 ആയിരിക്കണം. ആ ഫങ്ഷൻ, ഒരു സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ്റെ ചരിവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ്. അപ്പോൾ പാരലൽ എന്ന് വെച്ചാൽ ചരിവൊന്നുമില്ല, നേരെയാണ്. അപ്പോൾ ഡെറിവേറ്റീവ് സ്ലോപ്പ് 0 ആണ്, അഥവാ ഡെറിവേറ്റീവ് 0 ആണ്. ഇനി നമുക്ക് കാണേണ്ട ഇക്വേഷൻ ഓഫ് ദ ടാൻജൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഫങ്ഷൻ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x³ മൈനസ് 6x² പ്ലസ് 1. അപ്പം ഇഫ് ടാൻജൻറ്റ് പാരലൽ ടു എക്സ് ആക്സിസ്, ഇതാണ് ടാൻജൻറ്റ് പാരലൽ ടു എക്സ് ആക്സിസ് ആണെങ്കിൽ കിട്ടാൻ പോകുന്ന ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് എക്സ് ആണ് സ്ലോപ്പ്, അത് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാം. ഇറ്റ് ഈസ് ഇതിൻ്റെ ഡെറിവേറ്റീവ് 6x² മൈനസ് x³ ഡെറിവേറ്റീവ് 3x². അപ്പോൾ 2 × 3 6, 6x² മൈനസ് 12x. x² ഡെറിവേറ്റീവ് 2x, 6 × 2 12, അപ്പോൾ മൈനസ് 12x. 1ൻ്റെ ഡെറിവേറ്റീവ് 0, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇവിടുന്ന് നമുക്കൊരു 6x കോമൺ എടുക്കാം. ഇവിടുന്ന് 6x കോമൺ എടുക്കുമ്പോഴത്തേക്ക് ബാക്കി x മൈനസ് 2 ഈക്വൽ ടു 0. രണ്ട് ഫങ്ഷൻസ് ഇൻറ്റു ചെയ്താൽ 0 ആകണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഫസ്റ്റ് വൺ 0 ആകും. അപ്പോൾ 6x ഈക്വൽ ടു 0 ആകുമ്പോൾ 6 0 ആകത്തില്ല, കോൺസ്റ്റൻ്റ് ആണ്, ദാറ്റ് ഈസ് x ഈക്വൽ ടു 0. ഓർ എക്സ് മൈനസ് 2, രണ്ടാമത് 0 ആകുമ്പോൾ x മൈനസ് 2 0 ആകുമെന്ന് വിചാരിച്ചാൽ 2 0 ആണെന്ന് അർത്ഥം. അപ്പോൾ x ഈക്വൽ ടു 2. അപ്പോൾ ടാൻജൻറ്റ് പാരലൽ ടു എക്സ് ആക്സിസ് എന്നുള്ള കണ്ടീഷൻ വെച്ച് നമുക്ക് 2 പോയിൻറ്റുകൾ കിട്ടി. അപ്പോൾ നമ്മുടെ ഉദ്ദേശം ഇക്വേഷൻ ഓഫ് എ ടാൻജൻറ്റ് എഴുതാമെന്നുള്ളത്. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ, ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഫോം സ്ലോപ്പ് പോയിൻ്റ് ഫോമാണ്. ഒരു ഫങ്ഷൻ്റെ സ്ലോപ്പും വേണം, ആ ഫങ്ഷൻ പാസ് ചെയ്യുന്ന ഒരു പോയിൻറ്റും വേണം. അപ്പോൾ സ്ലോപ്പ് നമുക്ക് 0 ആണെന്ന് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഉദ്ദേശം പോയിൻ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ആ കണ്ടീഷൻ ഉപയോഗിച്ച് എക്സ് 0 ആകുന്ന ഒരു പോയിൻ്റ് എക്സിൽ 0 ആവാം, മറ്റേ പോയിൻ്റ് x ഈക്വൽ ടു 2 ആവാം. അപ്പം വെൻ x ഈക്വൽ ടു 2, y ഈക്വൽ ടു, y എന്ന് പറഞ്ഞ വില ഇവിടെ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ y ഈക്വൽ ടു 2 × 2³ മൈനസ് 6 × 2² പ്ലസ് 1 ഈക്വൽ ടു 16 മൈനസ് 24 പ്ലസ് 1, ഇറ്റ് ഈസ് ഈക്വൽ ടു -7. അപ്പോൾ ഒരു പോയിൻ്റ് കിട്ടി, 2 - 7. അപ്പോൾ ഒരു പോയിൻ്റ് അറിയാം, ഒരു സ്ലോപ്പ് ഏതാണ് 0. അപ്പോൾ ആ സ്ലോപ്പ് പോയിൻ്റ് ഫോം ചെയ്തായിരുന്നു y മൈനസ് y0 ഈക്വൽ ടു m × x മൈനസ് x0. അപ്പോൾ x0 y0 ആണ് പാസ് ചെയ്യുന്ന പോയിൻ്റ്, m സ്ലോപ്പ്, ദറ്റ് ഈസ് y മൈനസ് y0 ഇവിടെ -7 ആണ്, ഈക്വൽ ടു സ്ലോപ്പ് 0, 0 × x മൈനസ് 2, ഇറ്റ് ഈസ് y പ്ലസ് 7 ഈക്വൽ ടു 0. അപ്പോൾ ഒരു പോയിൻ്റ് നമുക്ക് കൊണ്ടായിരുന്നു, ആ പോയിൻ്റ് വെച്ചുള്ള ഒരു ഇക്വേഷൻ എഴുതി. ഇനി ഒരു പോസിബിലിറ്റിയും കൂടെ ഉണ്ട്, എക്സിൻ്റെ വില 2 ആവാം. അപ്പം വെൻ x ഈക്വൽ ടു 2, when x equal to 0, y equal to 2 × 0³ minus 6 × 0² plus 1, that is equal to 1. അപ്പോൾ അടുത്ത പോയിൻ്റ് കിട്ടി 0 1. അപ്പോൾ അടുത്ത ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ തന്നെ വെച്ചാൽ ഇപ്പോൾ y മൈനസ് y0 ഇവിടെ 1, x0 ഇവിടെ 0. അപ്പോൾ ഇക്വേഷൻ വന്നത് y മൈനസ് 1 is equal to സ്ലോപ്പ് 0 തന്നെയാണ്, 0 × x മൈനസ് 0, that is y മൈനസ് 1 ഈക്വൽ ടു 0. ഇക്വേഷനായി ഇത് തന്നെ ബി പാർട്ട് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഫങ്ഷൻ എഫ് ഈസ് ഡിക്രീസിങ്. അപ്പം എഫ് ഡിക്രീസ് ചെയ്യുന്ന ഇൻ്റർവെൽസ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന, നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ കണ്ടായിരുന്നു, ഒരു ക്രിട്ടിക്കൽ പോയിൻറ്റ്, ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് 0 ആകുന്ന പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലുമാണ് ഫംഗ്ഷൻ കൂടുകയും കുറയുകയും ചെയ്യുന്നത്. ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ 0 ആകുമ്പോൾ ചിലപ്പോൾ ഇവിടെ കൂടി ഇവിടെ കുറഞ്ഞു, അല്ലെങ്കിൽ തിരിച്ച് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ 0 ആകുമ്പോൾ ഇവിടെ കുറഞ്ഞ് ഇവിടെ കൂടി. അപ്പോൾ നമ്മളിവിടുത്തെ ഉദ്ദേശം ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് 0 ആകുന്ന പോയിൻ്റ് കണ്ടുപിടിക്കും, അതായത് ക്രിട്ടിക്കൽ പോയിൻ്റ് കണ്ടുപിടിക്കും. എന്നിട്ട് അതിൻ്റെ എവിടെയൊക്കെ ഫംഗ്ഷൻ കൂടുന്നു കുറയുന്നു കണ്ടുപിടിക്കും. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ പോയിൻ്റ് ഇടും, റൈറ്റ് സൈഡിലെ പോയിൻ്റ് കിട്ടും.
അപ്പം ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x³ മൈനസ് 6x² പ്ലസ് 1. ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് വെച്ചാൽ ഡെറിവേറ്റീവ് 0 ആണ്. ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ക്വസ്റ്റ്യനിൽ ചെയ്തപ്പോൾ കിട്ടിയായിരുന്നു എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 2 ആയിരുന്നു കിട്ടിയത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അർത്ഥം ഒരു ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്തപ്പോൾ 0-ൽ വെച്ചും 2-ൽ വെച്ചും ആ ഫംഗ്ഷന് 2 ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടി. അതായത് ഫംഗ്ഷൻ ഒന്നെങ്കിൽ കൂടിയിട്ടൊരു പോയിന്റിൽ നിന്ന് അല്ലെങ്കിൽ കുറഞ്ഞിട്ടൊരു പോയിന്റ്. നമ്മളിവിടെ ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലൊരു പോയിന്റ്, ഇവിടുത്തെ ഒരു പോയിന്റ് ഇടും. അപ്പം ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിരിക്കും, ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ ഡെറിവേറ്റീവ് ഫംഗ്ഷൻ ഡിക്രീസ് ആയിരിക്കും. ഇത് തന്നെ ഇപ്പുറത്തെയും ഇവിടുത്തെയും വിലയിട്ട് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് അത് നോക്കേണ്ട ഇൻ്റർവെൽസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർവെൽസ് ആർ -∞, 0. ഇതിൻ്റെ ലെഫ്റ്റിലോട്ട് -∞, 0. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഇൻ്റർവെൽ 0 to ആൻഡ് ഇപ്പുറത്തെ ഇൻ്റർവെൽ 2 ∞. ഒരു പോയിൻ്റ് ഇട്ട് നോക്കാം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു പോയിൻ്റ് ഞാൻ എളുപ്പത്തിന് x ഈക്വൽ ടു -1 എടുക്കുക. ദാറ്റ് ഈസ് എലമെൻറ്റ് ഓഫ് -∞, 0. അപ്പോൾ എഫ് ഡാഷ് ഓഫ് -1 ഈസ് ഈക്വൽ ടു 6 × -1² മൈനസ് 12 × -1. ഡെറിവേറ്റീവിലെ വില ഇട്ട് നോക്കി. അപ്പോൾ എനിക്ക് കിട്ടുന്നത് 18 ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ എന്താണ്? ഇൻക്രീസിങ് ആണ്. അതായത് ഇവിടെ ഡെറിവേറ്റീവ് എനിക്ക് കിട്ടിയത്, ഇവിടുത്തെ ഡെറിവേറ്റീവ് പോസിറ്റീവ്, അപ്പോൾ ഫംഗ്ഷൻ കൂടിക്കൊണ്ടിരിക്കും. ഇനി ഇവിടുത്തെ നോക്കാം. ഇവിടുത്തെ ഒരു പോയിന്റ് 0-ക്കും 2-നും ഇടയ്ക്കുള്ള പോയിന്റ് 1 എടുക്കുക. അപ്പോൾ എക്സ് ഈക്വൽ ടു 1, എലമെൻറ്റ് ഓഫ് 0 2, എഫ് ഡാഷ് ഓഫ് 1 ഈസ് ഈക്വൽ ടു 6 × 1² മൈനസ് 12 × 1. ഇറ്റ് ഈസ് -6 ലെസ് ദാൻ 0. അപ്പോൾ ഡെറിവേറ്റീവ് ഇവിടുത്തെ 0 ആണ്, ഇവിടുത്തെ ലെസ് ദാൻ 0 ആണ്. അപ്പോൾ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ ഇവിടെ ഇൻക്രീസിങ്, ഇവിടെ ഡിക്രീസിങ്. ഇപ്പുറത്തേയും കൂടെ ഇടണം. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 3 കൊടുക്കും. 3 എലമെൻറ്റ് ഓഫ് 2 ∞ ആണ്. എഫ് ഡാഷ് ഓഫ് 3 ഈസ് ഈക്വൽ ടു 6 × 3² മൈനസ് 12 × 3 ഈക്വൽ ടു 54 മൈനസ് 36 ഈക്വൽ ടു 18. അത് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഫംഗ്ഷൻ ഇവിടെയും ഇൻക്രീസിങ് ആണ്. ഇപ്പം ഡിക്രീസിങ് ആയതുള്ള കാണാനായിരുന്നു ക്വസ്റ്റ്യൻ. ഫംഗ്ഷൻ ഡിക്രീസിങ് ആയിട്ടുള്ള ഇൻ്റർവെൽ 0 to. Therefore f is decreasing in 0 to. അപ്പോൾ ഇൻ്റർവെൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ക്രിട്ടിക്കൽ പോയിന്റ് കാണുക, ലെഫ്റ്റിലെ റൈറ്റിലെ പോയിൻറ്റ്സ് ഇട്ട് കൊടുക്കുക. ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ അവിടുത്തെ ആ ഇൻ്റർവെൽ ഇൻക്രീസിങ് ആയിരിക്കും ഫംഗ്ഷൻ. നെഗറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ അവിടെ ഡിക്രീസിങ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ. The length x of a rectangle is decreasing at the rate of 5 m/s and the width y is increasing at the rate of 4 cm/s. When x equal to 8 cm and y equal to 6 cm, find the rate of change of the area of the rectangle. ഇപ്പോൾ ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. റെക്റ്റാങ്കിളുടെ ലെങ്ത്ത് ഇവിടെ എക്സ് ആയിട്ട് എടുത്ത്, വിഡ്ത്ത് ഇവിടെ വൈ ആയിട്ട് എടുത്ത്. ഈ റെക്റ്റാങ്കിളുടെ ലെങ്ത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കുറയുന്നത് 5 cm/s എന്നുള്ള റേറ്റിലാണ് കുറയുന്നത്. അപ്പോൾ ഇവിടെ ഈ cm/s റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഒരു യൂണിറ്റിന് വിത്ത് റെസ്പെക്ട് ടു ടൈം, അതായത് ടി കൊണ്ട് ഡെറിവേറ്റ് ചെയ്യുമ്പോഴാണ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡിക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് 5 cm, അതായത് dx/dt ചേഞ്ച് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ടൈം ടി എന്ന് പറയുന്നത് -5 ആണ്. കുറയുന്നതുകൊണ്ടാണ് -5 cm/s. അതുപോലെ തന്നെ വിഡ്ത്ത് കൂടുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വിഡ്ത്ത് കൂടുന്നത് 4 cm/s. അതായത് dy/dt y വിത്ത് റെസ്പെക്ട് ടു ടി എന്ന് പറയുന്നത് ഡെറിവേറ്റ് ചെയ്യുന്നത് കൂടുകയാണ്. അപ്പോൾ പോസിറ്റീവ് 4 cm/s. ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ. ഏരിയാൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് എന്താണ്? അതായത്
ഏരിയാനെ വിത്ത് റെസ്പെക്ട് ടു ടൈം ടി ഡെറിവേറ്റ് ചെയ്താൽ അതിൻ്റെ റേറ്റ് അതെന്താണ്. അപ്പോൾ അതിന് അറ്റ് എ പർട്ടിക്കുലർ വിലയാണ് നീ ചോദിച്ചിരിക്കുന്ന. എക്സ് 8 ആവണം, വൈ 6 ആവണം. നമുക്ക് എ ഈക്വൽ ടു ഏരിയ എന്ന് പറയുന്നത്, ഏരിയ ഞാൻ എ എന്ന് വിളിച്ച്, ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണെന്നറിയാം. ഇവിടെ ലെങ്ത് എക്സും വൈ ബ്രെഡ്ത്തും ആണ്. അപ്പോൾ എ ഈക്വൽ ടു എക്സ് വൈ. ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ആണ് കാണേണ്ടത്. അപ്പോൾ എനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡെറിവേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഡി എ ബൈ ഡി ടി. രണ്ട് സൈഡിലും ടി കൊണ്ട് ഡെറിവേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഡി വൈ ബൈ ഡി ടി പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. നമുക്ക് കാണേണ്ടത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ അറ്റ് എ ഗിവൺ പോയിൻ്റ് ആണ്. ആ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എക്സ് 8 ആവണം, വൈ 6 ആവണം. അപ്പോൾ ദാറ്റ് ഈസ് നമുക്ക് കാണേണ്ടത് ഡി എ ബൈ ഡി ടി അറ്റ് 8 6. അപ്പോൾ എക്സ് 8 ആവണം, ഡി വൈ ബൈ ഡി ടി നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇൻറ്റു 4 പ്ലസ് വൈ 6 ആവണം. അപ്പോൾ 6 ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി -5. ആൻസർ 32 - 30 ഈക്വൽ ടു 2 cm² per second. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വെൻ ലെങ്ത് ഈസ് 8 ആൻഡ് ബ്രെഡ്ത്ത് ഈസ് 6 എന്ന് പറയുന്നത് 2 cm² per second. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ, 7ാമത്തെ ചാപ്റ്റർ ഇൻ്റഗ്രൽസ്. ഇതിനകത്തുനിന്ന് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് 8ാമത്തെ ചാപ്റ്ററാണ് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്. അതിനകത്തുനിന്ന് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. നമ്മളിവിടെ ഇൻ്റഗ്രൽസും ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസും ഒരുമിച്ച് ചെയ്യുകയാണ്. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ രണ്ടും മിക്സ് ചെയ്താണ് ചോദിച്ചിരിക്കുന്നത്. ഈ 11ാമത്തെ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ട് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിലെയും 12ലെ സെക്കൻഡ് പാർട്ട് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിലാണ്. അത് ഇൻ്റഗ്രലുമായിട്ട് മിക്സ് ചെയ്താണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അത് രണ്ടും ഒരുമിച്ച് സോൾവ് ചെയ്യാം. ഫൈൻഡ് ഇൻ്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ് ഡി എക്സ്. അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിച്ചാണ്. അപ്പോൾ ആദ്യം ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്താണെന്ന് പറയും. നമ്മൾ നേരത്തെ 2 ഫങ്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ച്, അതുപോലെ തന്നെ 2 ഫങ്ഷൻസ് ഗുണിച്ചിട്ട് ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ, നേരത്തെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ പ്രോഡക്റ്റ് റൂൾ, ഇവിടെ അതുപോലെ തന്നെ 2 ഫങ്ഷൻസ് ഗുണിച്ചിട്ട് ഇൻ്റഗ്രൽ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് 2 ഫങ്ഷൻസ് ഇൻറ്റു ചെയ്തിരിക്കുകയെന്ന് വിചാരിക്കും. എഫും ജിയും 2 ഫങ്ഷൻസ്, അത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻറ്റു ചെയ്തിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയുള്ള റൂളാണ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു എഫ് ഫസ്റ്റ് ഫംഗ്ഷൻ, ജി സെക്കൻഡ് ഫംഗ്ഷൻ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ നമുക്ക് കാണേണ്ടത് ഐ ഈക്വൽ ടു, നമുക്ക് കാണേണ്ട ക്വസ്റ്റ്യൻ ഐ എന്ന് വിളിച്ച് ഐ ഈക്വൽ ടു ഇൻ്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ് ഡി എക്സ് ആണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ സംശയം തോന്നുക, ഇവിടെ ഒരു ഫംഗ്ഷനേ ഉള്ളൂ. നമുക്ക് ഇൻവേഴ്സ് ഫംഗ്ഷൻസ് എല്ലാം ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിച്ച് ചെയ്യാം. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇൻറ്റു 1 ഇട്ടാൽ മതി. അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നേരത്തെ പ്രോഡക്റ്റ് റൂൾ ഡെറിവേറ്റീവിൽ എടുത്തപ്പം എഫും ജിയും തലതിരിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇവിടെ കുഴപ്പമുണ്ട്. ഇവിടെ ഒരു പ്രത്യേക ഓർഡർ കീപ്പ് ചെയ്യണം. ആ ഓർഡറിൻ്റെ റൂളാണ് ഹൈലൈറ്റ് റൂൾ. ഇതിൻ്റെ ഈ ഓർഡർ അനുസരിച്ച് മുൻഗണന കൊടുക്കണം. ഏതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ? ഐ സ്റ്റാൻഡ്സ് ഫോർ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്, L stands for logarithmic function, A stands for algebraic function, അപ്പം I inverse function, L logarithmic function, A algebraic function, T trigonometric function, E stands for exponential function. അപ്പോൾ ഇതിനകത്ത് ആരാണോ, ഇതിനകത്ത് 2 പേര് കാണും, അതിനകത്ത് ആരാണോ ഈ ഓർഡറിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് അവനെ യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ 1 ആണ് വന്നിരിക്കുന്നത്, നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുക. അതുകൊണ്ട് കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. 1 നമ്മൾ കൊടുത്തുകൊണ്ട് അത് എപ്പോഴും അവസാനം ഇട്ടാൽ മതി. അപ്പോൾ ഇവിടെ നേരത്തെ ഉപയോഗിച്ച റൂൾ ഉപയോഗിക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. സെക്കൻഡ് ഫംഗ്ഷൻ 1 ആണ്.
minus integral of derivative of first function into integral of second function. This tan inverse x into integral of 1 x into x minus integral of derivative of tan inverse x 1 by 1 plus x square integral of 1 x. This tan inverse x into x minus integral x by 1 plus x square dx. ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ച് നമുക്കിനി ഇതിൻ്റെ സെപ്പറേറ്റ് ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കണം. അതിന് രണ്ട് രീതിയിൽ ചെയ്യാം. ഫസ്റ്റ് രീതി സബ്സ്റ്റിറ്റ്യൂഷൻ, ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. അതിന് ചെയ്യാൻ പോകുന്നത് പുട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ടി. അതായത് ഡിനോമിനേറ്ററിന് നമുക്കെപ്പോഴും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആൾക്കാരെ, ഒന്നെങ്കിൽ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ റൂട്ടിൻ്റെ അകത്ത് ലോഗിൻ്റെ അകത്ത്. ഇവിടെ ബുദ്ധിമുട്ട് ഡിനോമിനേറ്ററാണ്. അപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കിയ ആളെ നമുക്ക് വേറൊരു വേരിയബിളായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഈക്വൽ ടു ടി. രണ്ട് സൈഡിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഡെറിവേറ്റീവ് കൊണ്ട് ഡെറിവേറ്റീവ് എടുക്കുക. അതായത് രണ്ട് സൈഡിലും വിത്ത് റെസ്പെക്ട് ടു ടി ഡെറിവേറ്റ് ചെയ്യുക. 1ൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി 0, എക്സ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു ടി 2x ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ടീൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി 1, ഡി ടി പുറത്തോട്ട് മൾട്ടിപ്ലൈ. അപ്പോൾ 2x ഡി എക്സ് ഈക്വൽ ടു ഡി ടി. ദാറ്റ് ഈസ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1/2 ഡി ടി. ഇവിടെ നമ്മൾ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം ഇവിടെ ബാക്കി വന്നത് എക്സ് ഡി എക്സ് ആണ് ബാക്കി വന്നത്. ആ എക്സ് ഡി എക്സിന് വരെ ഇപ്പോൾ എന്തെഴുതാന്ന് കിട്ടി? 1/2 ഡി ടി എന്ന് എഴുതാം. അപ്പോൾ ഇൻ്റഗ്രൽ മാറിയത് ഇൻ്റഗ്രൽ എക്സ് ഡി എക്സിന് പകരം 1/2 ഡി ടി എഴുതി, ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയറിന് ടി കൊടുത്ത് 1/2 കോൺസ്റ്റൻറ്റ് പുറത്തോട്ടെടുത്ത് ഇൻ്റഗ്രൽ ഡി ടി ബൈ ടി. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 1/t, 1/tൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ലോഗ് ടി. അപ്പോൾ 1/2 ലോഗ് ടി. ഇനി തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് തിരിച്ചു കൊടുക്കുക. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു ടീൻ്റെ വില 1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ 1/2 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇതിന് വേറൊരു എളുപ്പ വഴി ഉള്ളത്, നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട സാധനം എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ള രൂപത്തിലാണെങ്കിൽ, അതായത് താഴത്ത് ഫങ്ഷൻ മുകളിൽ അതിൻ്റെ ഡെറിവേറ്റീവ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ണുപൂട്ടി അതിൻ്റെ ഡെറിവേറ്റീവ് ലോഗ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. അത് തന്നെ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷനും കൂടെ ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിയാൽ 1 പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് വെച്ചാൽ 2x ആണ്. അപ്പോൾ ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ, ഒരു 2ൻ്റെ കുറവുണ്ട്. ഇവിടെ ഒരു 2x ഇട്ടാൽ 2 ഇട്ടാൽ 1 പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് മുകളിൽ വരും. അപ്പോൾ ഇവിടെ ഞാൻ ഇതിന് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ മുകളിലും താഴത്തെ ഒരു 2 കൊടുത്താൽ മതി. അതായത് 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇപ്പോൾ മുകളിൽ വന്നു. 2 ഞാൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് അത് പുറത്ത് തന്നെ ഡിവൈഡും ചെയ്തു ഡി എക്സ്. അപ്പോൾ താഴത്തേൻ്റെ ഡെറിവേറ്റീവ് മുകളിൽ വന്നു. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ലോഗ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഇവിടുത്തെ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതിനെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ 1. പൈ എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് 1/2 ലോഗ് 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് സി. സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ നോക്കാം. ഹെൻസ് ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് വിത്ത് എക്സ് ആക്സിസ് ഫ്രം എക്സ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഈക്വൽ ടു 1. അപ്പം ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് ഇൻ്റഗ്രൽ എന്നാണ് അർത്ഥം. 0 തൊട്ട് 1 വരെയുള്ള ഫൈനൈറ്റ് ഇൻ്റഗ്രൽ എടുത്താൽ ഏരിയ അണ്ടർ ദ ഗിവൺ കർവ് കിട്ടും. അപ്പം നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ കിട്ടിയ ഉത്തരം തന്നെ ആ ഇൻ്റഗ്രൽ തന്നെ ബൗണ്ട് വേണം. ബൗണ്ട് എന്ന് പറഞ്ഞാൽ 0 തൊട്ട് 1 വരെ ആയിരിക്കണം ബൗണ്ട്. അപ്പം ഏരിയ ഈക്വൽ ടു റിക്വയർഡ് ഏരിയ ഈക്വൽ ടു 0 to 1 ടാൻ ഇൻവേഴ്സ് എക്സ് ഡി എക്സ്. ഇതിൻ്റെ ആൻസർ നമ്മൾ ബൗണ്ടില്ലാതെ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. ആൻസർ ഇതായിരുന്നു, എക്സ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് 1/2 ലോഗ് 1 പ്ലസ് എക്സ് സ്ക്വയർ. നേരത്തെ ചെയ്തപ്പോൾ നമുക്കൊരു സി വന്ന്, അത് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആയതുകൊണ്ടാണ്. ഫൈനൈറ്റ് ഇൻ്റഗ്രലിന് കോൺസ്റ്റൻറ്റ് വരത്തില്ല, ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് വരത്തില്ല.
അപ്പോൾ ഇവിടെ നമുക്ക് ബൗണ്ട് ഇടുമ്പോൾ രണ്ട് രീതിയിൽ ബൗണ്ട് ഇടാം. ഒന്നാമത്തെ രീതി ഇവിടെ വെച്ച് 0 to 1 അപ്പർ ബൗണ്ട് ലോവർ ബൗണ്ടും കൊടുക്കാം, ഇവിടെയും സെപ്പറേറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ മൊത്തത്തിൽ കൊടുക്കാം. ഞാൻ ഇപ്പം ഇവിടെ മൊത്തത്തിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ കൊടുക്കാം മീൻസ് ലാസ്റ്റ് കിട്ടിയ ആൻസറിൻ്റെ അവിടെ അപ്പർ ബൗണ്ട് ലോവർ ബൗണ്ടും കൊടുത്താൽ മതി. ദാറ്റ് ഈസ് 0 to 1 കൊടുത്താൽ മതി. ഇനി അപ്പർ ബൗണ്ട് മൈനസ് ലോവർ ബൗണ്ട് ഇറ്റ് ഈസ് 1 ഇൻറ്റു x1 1 ഇൻറ്റു tan inverse of 1 minus 1/2 log 1 plus 1 square മൈനസ് ലോവർ ബൗണ്ട് കൊടുക്കാം 0 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് 0. ഇനി അടുത്ത മൈനസ് 1/2 ഇൻറ്റു ലോഗ് 1 പ്ലസ് 0 സ്ക്വയർ, അതായത് ലോഗ് 1. ലോഗ് 1ഉം 0 തന്നെയാണ്. അപ്പോൾ 1/2 ഇൻറ്റു 0 0. അപ്പോൾ ഇത് ഫുൾ ടേം 0 ആയിപ്പോയി. അപ്പോൾ ബാക്കി ഇത് മാത്രമേ ഉള്ളൂ. 1 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് 1, ടാൻ ഇൻവേഴ്സ് ഓഫ് 1 π/4. അപ്പോൾ π/4 മൈനസ് 1/2 ഇൻറ്റു 1 പ്ലസ് 1 സ്ക്വയർ, 1 സ്ക്വയർ 1, 1 പ്ലസ് 1 2. അപ്പോൾ ലോഗ് 2. അപ്പോൾ നമ്മുടെ ആൻസർ ഇതാണ്. π/4 മൈനസ് 1/2 ലോഗ് 2. ഏരിയ ആയതുകൊണ്ട് സ്ക്വയർ യൂണിറ്റ്സ്. 12ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവാലുവേറ്റ് 0 to π x sin x dx. ഇവിടെയും രണ്ട് ഫങ്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന് ബൗണ്ട് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. 0 to π. അപ്പോൾ നമുക്കിവിടെ ഉപയോഗിക്കേണ്ടത് നേരത്തെ ഉപയോഗിച്ച ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് തന്നെയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ കൊടുത്ത ഒരു മുൻഗണന ഓർഡർ ഉണ്ട്, ആ ഓർഡർ അതിന് ഇവിടെയും കൊടുക്കണം. ആ ഓർഡർ പാലിച്ചില്ലെങ്കിൽ തിരിഞ്ഞു പോകാൻ തെറ്റും. ഓർഡർ ഇതായിരുന്നു ഹൈലൈറ്റ്. ഫസ്റ്റ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ, സെക്കൻഡ് ലോഗ്, തേർഡ് ഓൾജിബ്രിക്ക്, ഫോർത്ത് ട്രിഗ്നോമെട്രിക്, ലാസ്റ്റ് എക്സ്പോണൻഷ്യൽ. ഇവിടെ നമുക്ക് കാണേണ്ടത് 0 to π x sin x dx. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഇത് തിരിച്ചു തരാം. ഇവിടെ കറക്റ്റായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓൾജിബ്രിക്കാണ് എക്സ് ആണ് ആദ്യം വന്നിരിക്കുക, അതിന് ശേഷമാണ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനായ സൈൻ എക്സ്. ക്വസ്റ്റ്യനിൽ തിരിച്ചാണെങ്കിൽ തിരിച്ചെഴുതി ഇൻ്റഗ്രേറ്റ് ചെയ്താലേ ആൻസർ കിട്ടത്തുള്ളൂ. നമുക്ക് ഇവിടെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു integral of second function minus integral of derivative of first function into integral of second function. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇവിടെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ബൗണ്ട് കൊടുക്കാം, അല്ലെങ്കിൽ അവസാനം കൊടുക്കാം. ഞാനിവിടെ ഇപ്പം ഒറ്റയ്ക്കൊറ്റയ്ക്ക് കൊടുക്കുക, ഒന്ന് മനസ്സിലാവാൻ വേണ്ടി. അതായത് ഇവിടെ 0 to π കിട്ടുന്ന ആൻസറിന് 0 to π കൊടുക്കണം. ഇവിടെ കിട്ടുന്ന ആൻസറിന്, ഇവിടെ ആൻസർ കിട്ടിയിട്ടില്ല, നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട്, അപ്പോൾ അതിന് ബൗണ്ട് കൊടുക്കാം 0 to π. ഈ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്നതിന് സെപ്പറേറ്റ് ബൗണ്ട് കൊടുക്കും. അല്ലെങ്കിൽ ഇത് മൊത്തം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഇവിടെ ചെയ്ത പോലെ ലാസ്റ്റ് ഒരു ആൻസറിന് ഫുൾ ബ്രാക്കറ്റ് ഇട്ട് 0 to π കൊടുത്താലും മതി. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് സൈൻ എക്സ് ഡി എക്സ് മൈനസ് കോസ് എക്സ്. അപ്പോൾ എക്സ് ഇൻറ്റു മൈനസ് കോസ് എക്സ് 0 to π മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്, ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1. അപ്പോൾ 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സൈൻ എക്സ് ഡി എക്സ് മൈനസ് കോസ് എക്സ്. അപ്പോൾ ഇൻറ്റു മൈനസ് കോസ് എക്സ് ഡി എക്സ് ഈസ് minus x cos x 0 to π മൈനസ് ഈ മൈനസ് പുറത്തോട്ട് എടുക്കുമ്പോൾ ഇത് പ്ലസ് ആയിപ്പോയി. ബാക്കി ഇൻ്റഗ്രൽ 0 to π cos x dx ഈസ് മൈനസ് എക്സ് കോസ് എക്സ് 0 to π പ്ലസ് കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സ്. ബൗണ്ട് എന്ന് പറയുന്നത് 0 to π. അപ്പോൾ നമുക്ക് ബൗണ്ട് കൊടുക്കാം. അപ്പോൾ മൈനസ് പൈ, അപ്പർ ബൗണ്ട് പൈ ആണ്. അപ്പോൾ മൈനസ് പൈ കോസ് പൈ, ലോവർ ബൗണ്ട് 0. അപ്പോൾ മൈനസ് 0 ഇൻറ്റു കോസ് 0 പ്ലസ് സൈൻ പൈ മൈനസ് സൈൻ 0. 0 ഇൻറ്റു കോസ് 0, കോസ് 0 1 ആണ്. 0 ഇൻറ്റു 1 അപ്പോൾ 0 ആയിപ്പോയി. മൈനസ് പൈ ഇൻറ്റു കോസ് പൈ, കോസ് പൈ മൈനസ് 1 ആണ്.
അപ്പോൾ നമുക്ക് ആൻസർ വന്നത് -π ഇൻറ്റു -1 cos π -1 ആണ്. ഇത് 0 ആയിപ്പോയി. സൈൻ പൈൻ്റെ വിലയും 0 ആണ്. അപ്പോൾ മൊത്തം 0 ആയിപ്പോയി. അപ്പോൾ ബാക്കി -π ഇൻറ്റു π -π ഇൻറ്റു 1 π. സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ നോക്കാം. Hence, evaluate the area bounded by the curve y equal to x sin x between x equal to -π and x equal to π. ഇപ്പോൾ ഏരിയ അണ്ടർ ദ കർവ് ഫ്രം -π to π എന്ന് വെച്ചാൽ ബൗണ്ട് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ കിട്ടുന്ന ആൻസറിന് ലാസ്റ്റ് ബൗണ്ട് മാറ്റിയാൽ മതി. പേ ഈക്വൽ ടു ഏരിയ ഈക്വൽ ടു -π to π എക്സ് സൈൻ എക്സ് ഡി എക്സ് ആവുന്നുണ്ട്. ഇത് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ബൗണ്ട് ഇടുന്നതിന് തൊട്ട് മുമ്പുള്ള ആൻസർ എടുത്ത് ബൗണ്ട് മാറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ നമുക്ക് ലാസ്റ്റ് ആൻസർ കിട്ടിയിരിക്കുന്നത് ഇവിടെ ബൗണ്ട് ഇടുന്നതിന് ലാസ്റ്റ് ആൻസർ ഇവിടെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് ആൻസറും ഒരുപോലെ കിട്ടും. ബൗണ്ട് ചെറുതാക്കിയിട്ട് അവസാനം ഇട്ടാലും ഒന്നൊന്നായിട്ട് ഇട്ടാലും ഒന്ന് കിട്ടുമെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഇത് നമുക്ക് തിരിച്ച് ചെയ്യാം. ഒരു ലാസ്റ്റ് ബൗണ്ട് ഇടാം. അപ്പോൾ ഇത് ബൗണ്ട് ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെ വന്നേനെ? പോസിറ്റീവുള്ള ടേം ഞാൻ ആദ്യം എഴുതും. അപ്പോൾ സൈൻ എക്സ് മൈനസ് എക്സ് കോസ് എക്സ്. നമ്മളിവിടുത്തെ ബൗണ്ട് -π to π ഈസ് ഈക്വൽ ടു സൈൻ പൈ മൈനസ് അപ്പർ ബൗണ്ട് കൊടുക്കുക. അപ്പോൾ സൈൻ പൈ മൈനസ് പൈ കോസ് പൈ മൈനസ് ലോവർ ബൗണ്ട് കൊടുക്കുക നമുക്ക് സൈൻ -π മൈനസ് പൈ കോസ് -π is equal to sin π 0 -π into cos π -1 minus sin -π നമുക്ക് സൈൻ ഓഫ് -x ഈക്വൽ ടു sin x ആണെന്നറിയാം. കാരണം സൈൻ ഒരു ഓഡ് ഫംഗ്ഷനാണ്. ഈ മൈനസ് പുറത്തോട്ട് എടുക്കാം. അപ്പം ഇവിടെ മൈനസ് വന്നെന്ന് വിചാരിച്ചു. അപ്പോൾ സൈൻ പൈ. അപ്പോൾ സൈൻ പൈൻ്റെ വില 0 -1 ഇൻറ്റു 0 ആയിപ്പോയി. അപ്പോൾ 0 -π ഇൻറ്റു കോസ് -π. കോസ് ഒരു ഈവൻ ഫംഗ്ഷനാണ്. അതായത് കോസ് ഓഫ് -x ഈക്വൽ ടു കോസ് എക്സ് ആണ്. അപ്പോൾ കോസ് -π എന്ന് പറഞ്ഞാൽ കോസ് പൈക്ക് തുല്യം തന്നെയാണ്. അപ്പോൾ കോസ് പൈ എന്ന് പറഞ്ഞാൽ -1 ആണെന്ന് വിളിച്ചു. അപ്പോൾ -π ഇൻറ്റു -1 ഈസ് ഈക്വൽ ടു -π ഇൻറ്റു -1 π. ഇവിടെ മൈനസും കൂടെ പ്ലസ് ആയി. ഇവിടെ ഒരു മൈനസ് പിന്നെയും മൈനസായി. ഇവിടെ ഒരു മൈനസ് പ്ലസ്. അപ്പോൾ π + π ഈസ് ഈക്വൽ ടു 2π. ഏരിയ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതുകൊണ്ട് സ്ക്വയർ യൂണിറ്റ്സ്. ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇൻ്റഗ്രേറ്റ് ദ ഫോളോയിങ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1/(x² - 6x + 30). ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ 9 ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ഇൻ്റഗ്രൽസ് പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് 3 ഫസ്റ്റ് 3 ടൈപ്പിൽ ഏതെങ്കിലും ആയിരിക്കും ഇത് വരുന്നത്. ആ 3 നമുക്ക് ഐഡൻറ്റിറ്റി ആയിട്ട് തന്നെ പഠിക്കാനുള്ളതാണ്. ആ ഐഡൻറ്റിറ്റികൾ ഇതാണ്. ഇൻ്റഗ്രൽ dx/x² + a² is equal to 1/a tan inverse x/a plus c. Integral dx/x² - a² equal to 1/2a log x minus a by x plus a plus c. Integral dx/a² minus x² is equal to 1/2a log a plus x by a minus x plus c. ഇതിനകത്ത് 3 ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇൻ്റഗ്രൽ dx/x² - 6x + 30. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഡിനോമിനേറ്റർ ഈ ഫോമിലോട്ട് ആക്കാൻ വേണ്ടി ഈ ഡിനോമിനേറ്ററിനെ നമുക്ക് കംപ്ലീറ്റിംഗ് ദ പെർഫെക്റ്റ് സ്ക്വയർ ഉപയോഗിച്ചൊന്ന് ഫാക്ടറൈസ് ചെയ്യണം. അത് x² - 6x + 30. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് എന്ന് വെച്ചാൽ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റിൻ്റെ
പകുതീൻ്റെ സ്ക്വയർ എടുത്ത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം. അപ്പം എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 6ൻ്റെ പകുതി 3ൻ്റെ സ്ക്വയർ കൂട്ടുകയും കുറയ്ക്കുകയും വേണം. (6² - 6x + 3² + 13 - 3²). ഇവിടെ കൂട്ടി ഇവിടെ കുറച്ച്. അങ്ങനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ ഇവിടെ ഒന്നെങ്കിൽ a + b (² വരും, അല്ലെങ്കിൽ a - b (² എന്നുള്ള ഫോമിൽ വരും. ഇവിടെ മൈനസ് ആയതുകൊണ്ട് a - b (² എന്നുള്ള രൂപത്തിലായിരിക്കും. ഇവിടെ പ്ലസ് എന്നായിരുന്നെങ്കിൽ a + b (² എന്നുള്ള രൂപത്തിലായേനെ. അപ്പോൾ ഈ ഫോം x - b എന്ന് പറഞ്ഞാൽ ഇവിടെ 3, a - b (² എന്നുള്ള രൂപത്തിൽ, b ഇവിടെ 3 ആണ്. അപ്പോൾ x - 3 (² ഇത് ഇത്രയും പ്ലസ് 13 - 3² 9 4 എന്ന് പറഞ്ഞാൽ 2². അപ്പോൾ ഈ ഇൻ്റഗ്രൽ മാറുന്നത് ഇൻ്റഗ്രൽ dx ബൈ x - 3 (² + 2²). അപ്പോൾ ഇത് ഇങ്ങനെയും എഴുതാം. അപ്പോൾ നോക്കിയേ, ഇവിടുത്തെ ഈ ഫോമിനോട് തുല്യമായി, ഫസ്റ്റ് ഫോമിനോട് തുല്യമായി. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ x - 3 എന്നായിരുന്നേ ഉള്ളൂ, അതിനോട് ഈക്വലൻ്റ് ആ ഫോമിൽ തന്നെ കിടക്കും. അപ്പോൾ ആ ഐഡൻറ്റിറ്റി ഉപയോഗിക്കാം. ഇറ്റ് ഈസ് 1/2 ഇൻറ്റു 1/a. ഇവിടെ 2 എന്ന് a എന്ന് പറയുന്നത് 2 ആയിരുന്നു. അപ്പോൾ 1/2 tan ഇൻവേഴ്സ് x/a പ്ലസ് c. ഇവിടെ എക്സിന് വരെ x - 3 ആണ്. അപ്പോൾ x - 3/2 പ്ലസ് c ആൻസർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രേറ്റ് cos x ബൈ sin x - 1 ഇൻറ്റു sin x - 2. അപ്പോൾ ഇത് കണ്ടാൽ പെട്ടെന്ന് പാർഷ്യൽ ഫ്രാക്ഷൻ ഫോമാണെന്ന് തോന്നത്തില്ല. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ ആണ്. അപ്പോൾ i = ഇൻ്റഗ്രൽ cos x ബൈ sin x - 1 ഇൻറ്റു sin x - 2. അപ്പോൾ ഇവിടെ പാർഷ്യൽ ഫ്രാക്ഷൻ രൂപത്തിൽ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. പുട്ട് sin x = u. അപ്പോൾ നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. sin x-ന് u എന്ന് കൊടുത്തു. അപ്പോൾ രണ്ട് സൈഡിലും u വെച്ച് തന്നെ ഡെറിവേറ്റ് ചെയ്യുക. അപ്പം ഇവിടെ വരുന്നത് cos x ഇൻറ്റു dx/du ഈക്വൽ ടു യുവിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു u 1. ഈ du ഇപ്പുറത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ cos x ഇൻറ്റു dx ഈക്വൽ ടു du. അപ്പോൾ നമുക്കിവിടെ sin x-ന് പകരം u കൊടുക്കാം, മുകളിലത്തെ cos x dx ഈ ഫുള്ളിന് പകരം നമുക്ക് du കൊടുക്കാം. അപ്പോൾ ഈ i മാറുന്നത് ഇങ്ങനെയാണ്. ഇൻ്റഗ്രൽ du ബൈ u - 1 ഇൻറ്റു u - 2. sin x-ന് പകരം u കൊടുത്തു, cos x dx-ന് പകരം du കൊടുത്തു. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഫ്രാക്ഷൻ 1/u - 1 ഇൻറ്റു u - 2 എന്ന് പറഞ്ഞ ഫ്രാക്ഷനെ രണ്ട് ഫ്രാക്ഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ആ മെത്തേഡിനാണ് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഇടയ്ക്ക് വരും. ആ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കുകയാണ് അടുത്ത ഉദ്ദേശം. രണ്ട് കോൺസ്റ്റൻറ്റ് വരും. ആ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കുക അടുത്ത ഉദ്ദേശം. കോൺസ്റ്റൻറ്റിനെ എയും ബി എന്ന് വിളിക്കണം. അപ്പം a/u - 1 പ്ലസ് b/u - 2 എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് എഴുതാൻ പറ്റും. ഇനി നമ്മുടെ ഉദ്ദേശം എയും ബി എന്ന് പറഞ്ഞാൽ രണ്ട് ഈ കോൺസ്റ്റൻറ്റുകളുടെ വില കണ്ടുപിടിക്കുക. ഇതിനു വേണ്ടി ചെയ്യുന്നത് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈയിങ് ബൈ u - 1 ഇൻറ്റു u - 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇവിടെ 1 ആയി മാറും. മുകളിലും താഴത്തും u - 1 ഇൻറ്റു u - 2 വെട്ടിപ്പോയി ബാക്കി 1. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം u - 1 വെട്ടിപ്പോയി. അപ്പോൾ മുകളിൽ ബാക്കി u - 2 ദാറ്റ് ഈസ് a ഇൻറ്റു u - 2 പ്ലസ് ഇവിടെ വെട്ടിപ്പോകുന്ന u - 1. അപ്പോൾ ബാക്കിയുള്ളത് ഇവിടെ വെട്ടിപ്പോകുന്ന u - 2. അപ്പോൾ ഇവിടെ ബാക്കി വരുന്നത് u - 1. ഇനി നമ്മുടെ ഉദ്ദേശം രണ്ട് രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. എൻ്റെയും ബിൻ്റെയും വില കണ്ടുപിടിക്കാം. ഒന്നെങ്കിൽ ഇത് എയും ബിയും അകത്തോട്ട് ഓപ്പൺ ചെയ്യുക, യുവിൻ്റെ കോയിഫിഷ്യൻസ് എല്ലാം ഒരുമിച്ച് എഴുതുക, കോൺസ്റ്റൻറ്റുകളെല്ലാം ഒരുമിച്ച് എഴുതുക. എന്നിട്ട് ഇവിടുത്തെ ടേംസും ഇവിടുത്തെ കോയിഫിഷ്യൻറ്റും ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് ടേംസും ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് ടേം ഇക്വേറ്റ് ചെയ്യുക. ഇവിടുത്തെ യു ഉള്ള ടേമും ഇവിടുത്തെ യു ഉള്ള ടേമും ഇക്വേറ്റ് ചെയ്യുക. ഇവിടെ യു ഉള്ള ടേം ഇല്ല എന്ന് വെച്ചാൽ 0u ആ കോയിഫിഷ്യൻസും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. അതിനേക്കാൾ എളുപ്പമുള്ള ഒരു മാർഗ്ഗമാണ് നമ്മളിവിടെ ചെയ്യാൻ പോണത്. ഒരാളെ 0 ആക്കിയിട്ട് ബാക്കി ഒരാളെ ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ ബി ഉള്ള ഈ ടേം ഇത്രയും 0 ആക്കാൻ പോവാം. അതിന് വേണ്ടി ഞാൻ പുട്ട് u = 1. അപ്പോൾ 1 - 1 0, b ഇൻറ്റു 0 ആയിപ്പോയി. അപ്പോൾ 1 = 1 - 2 - 1. അപ്പം a ഇൻറ്റു 1 - 2, 1 = -a. അപ്പോൾ a = -1.
ഇപ്പോൾ ഒരു കോൺസ്റ്റൻ്റ് വില കിട്ടി. ഇനി സെക്കൻഡ് കോൺസ്റ്റൻറ്റിൻ്റെ വില കിട്ടാൻ വേണ്ടി ഇത് 0 ആക്കിക്കളാം. ഇത് 0 ആക്കാൻ u ഈക്വൽ ടു 2 എന്ന് കൊടുത്താൽ മതി. u ഈക്വൽ ടു 2 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ പുട്ട് u ഈക്വൽ ടു 2, ദാറ്റ് ഈസ് 1 ഈക്വൽ ടു 2 മൈനസ് 2 0, a ഇൻറ്റു 0 0, b ഇൻറ്റു 2 മൈനസ് 1 1. അപ്പോൾ ആൻസർ b ഇൻറ്റു 1 b. അപ്പോൾ b ഈക്വൽ ടു 1. നമുക്ക് രണ്ട് കോൺസ്റ്റൻറ്റുകളും കിട്ടി. ഇനി ഇത് ഡെറിവേറ്റീവ് ചെയ്യുന്നതിന് തുല്യമാണ് ഇത് ഡെറിവേറ്റീവ്. പ്ലസ് ആയതുകൊണ്ട് ഇതിന് ഓരോന്നിനെയും ഡെറിവേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഡെറിവേറ്റ് ചെയ്യുന്നതിന് പകരം ഇത് ഡെറിവേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ i കാണുന്നതിന് പകരം ഇതിൻ്റെ ഈ സാധനം ഡെറിവേറ്റ് ചെയ്താൽ മതി. അപ്പോൾ i ഈക്വൽ ടു ഇൻ്റഗ്രൽ a എന്ന് പറഞ്ഞാൽ -1 ആയിരുന്നു. അപ്പോൾ -1 du ബൈ u മൈനസ് 1 പ്ലസ് b കിട്ടിയത് നമുക്ക് 1 ആയിരുന്നു. അപ്പോൾ 1 ബൈ u മൈനസ് 2 ഇൻറ്റു ഡി യു. മൈനസ് പുറത്തോട്ട് എടുക്കാം. ഇൻ്റഗ്രൽ 1 ബൈ u മൈനസ് 1 ഡി യു പ്ലസ് ഇൻ്റഗ്രൽ 1 ബൈ u മൈനസ് 2 ഡി യു. നേരത്തെ പറഞ്ഞൊരു കാര്യം നമുക്കിവിടെ യൂസ് ചെയ്യാം. നേരത്തെ പറഞ്ഞത് ഇൻ്റഗ്രൽ താഴത്തേൻ്റെ ഡെറിവേറ്റീവ് മുകളിലോട്ടെങ്കിൽ നമുക്കതിനെ ലോഗ് ആക്കി എഴുതാമെന്ന് പറഞ്ഞത്. ഇത് പറയാം. ഇത് തന്നെ ഉപയോഗിക്കാം. u മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു യുവിൻ്റെ ഡെറിവേറ്റീവ് 1, 1ൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പം താഴത്തെ ഡെറിവേറ്റീവ് എന്തോ 1, അത് മുകളിൽ കിടപ്പുണ്ട്. അപ്പോൾ ലോഗ് ബൈ താഴത്തെ ഫംഗ്ഷൻ ഇട്ടാൽ മതി. ദാറ്റ് ഈസ് മൈനസ് ലോഗ് u മൈനസ് 1, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ടി വരും. പ്ലസ് ഇവിടെയും അതുപോലെ തന്നെ ലോഗ് u മൈനസ് 2 പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ c. ഇനി ലോഗ് a മൈനസ് ലോഗ് b എന്ന് പറഞ്ഞാൽ ലോഗ് a മൈനസ് a ബൈ b ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് മാറ്റി എഴുതാം. അപ്പോൾ ലോഗ് ലോഗ് a ഇത്, ലോഗ് b ഇത്. ഇറ്റ് ഈസ് ലോഗ് u മൈനസ് 2 മോഡൽ u മൈനസ് 2 ബൈ u മൈനസ് 1 പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ.